പ്രൈസ് ദി ലോർഡ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നാം എല്ലാവരും ആത്മീകമായ ഓട്ടക്കളത്തിലെ ഓട്ടക്കാരാണ്. ഓരോ ദൈവവിശ്വാസിക്കും കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നോക്കി നമ്മുടെ ഓട്ടം പൂർത്തീകരിക്കുക എന്നതാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്തം. പ്രിയമുള്ളവരെ, ഓരോ ദൈവ പൈതലും ഈ ഓട്ടക്കളത്തിൽ സ്ഥിരതയോടെ ഓടണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതെ, നമ്മെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. ഈ ഓട്ടക്കളത്തിൽ തളരാതെ, പതരാതെ, വീണു പോകാതെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓരോ ഹഡിൽസുകളും വളരെ സൂക്ഷ്മതയോടെ ചാടിക്കടന്നെങ്കിൽ മാത്രമേ അപ്പുറം നമുക്ക് ഓടിയെത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച, നമുക്ക് വേണ്ടി ക്രൂസിൽ ത്യാഗം വഹിച്ച ആ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ടു വേണം നമ്മുടെ ഈ ആത്മീയ പോർക്കളത്തിലെ ഓരോ ഓട്ടവും നാം ഓടി തീർക്കുവാനായിട്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കിയായിരിക്കണം നാം ഈ ഓരോ ഓട്ടങ്ങളും തികയ്ക്കേണ്ടുന്നത്. പ്രിയമുള്ളവരെ, നാമം ജീവിതമാകുന്ന ഈ ഓട്ടക്കളത്തിൽ ഓടി ക്ഷീണിക്കുന്നവരാണ്. അപ്പോഴൊക്കെ നാം എന്താണ് ചെയ്യേണ്ടുന്നത്? നമുക്ക് വേണ്ടി കഷ്ടങ്ങൾ സഹിച്ച യേശുവിനെ ഓരോ നിമിഷവും ഓർക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിനുവേണ്ടി നമ്മുടെ മനസ്സിലെ ഓരോ ഭാരങ്ങളും വിട്ടാണ് നാം ഓടേണ്ടുന്നത്. ഭാരങ്ങൾ ഓരോന്നും നാം വഹിച്ചുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ ഈ ഓട്ടക്കളത്തിൽ നമുക്ക് വിരുദു പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഭാരങ്ങൾ അലട്ടുന്നുണ്ടോ? അത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ച്, ആ ഭാരമൊന്ന് ഇറക്കി വെച്ച് ആ ലക്ഷ്യത്തിലേക്ക് നോക്കി വിരുദ് പ്രാപിക്കുവാൻ വേണ്ടി നമുക്ക് ഓടുവാനായിട്ട് തുടങ്ങാം. നമുക്ക് മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വേണ്ടി സഹനങ്ങൾ സഹിച്ച കർത്താവ് നമുക്ക് വേണ്ടിയ ആ ഓട്ടത്തിൽ, ആ പോർക്കളത്തിൽ വീണ്ടും ഓടി വിരുദ് പ്രാപിക്കുക എന്നുള്ളതാണ്. പാപഭാരത്താൽ നാം ഓടിയാൽ ഒരിക്കലും നാം ഒരു ലക്ഷ്യസ്ഥാനത്തും എത്തിച്ചേരുകയില്ല എന്ന് നാം ഓർക്കണം. എല്ലാവരോടും അനുരൂപപ്പെട്ട് സകല പാപവും വെടിഞ്ഞ് സകല ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നമ്മുടെ ഓട്ടക്കളത്തിൽ നമുക്ക് ഓട്ടം പൂർത്തീകരിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. പ്രിയമുള്ളവരെ, ക്ഷീണിച്ചു പോകേണ്ടുന്ന ആവശ്യമില്ല. കരുതുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ എന്തിനാണ് നാം ഭാരപ്പെടുന്നത്? അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെയും നമ്മുടെ പാപങ്ങളെയും സകല പ്രയാസങ്ങളെയും ഒക്കെ ഇറക്കി വെച്ച് ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ലക്ഷ്യത്തിലേക്ക് നോക്കി യാത്ര തുടരാം. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.